ഹൈ ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്റഗ്രൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അതുപോലെ നോൺ ഇന്റഗ്രൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഒരു സ്ഥാപനം മാനുഫാക്ചറിങ് കൺസേൺസ് ഒക്കെ ആണെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ട നിയമപരമായ ബാധ്യത ഉണ്ടെങ്കിൽ അവർ എന്തായാലും കോസ്റ്റ് റെക്കോർഡ്സ് സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കോസ്റ്റ് റെക്കോർഡ്സ് സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യാവുന്നതാണ്. ഒന്ന് ഇന്റഗ്രൽ സിസ്റ്റം, അതുപോലെ തന്നെ നോൺ ഇന്റഗ്രൽ സിസ്റ്റം. അപ്പൊ ഇന്റഗ്രൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് റെക്കോർഡ്സും കോസ്റ്റ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ അക്കൗണ്ട്സും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ്. നോൺ ഇന്റഗ്രൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ട്സ് വേറെയും ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് വേറെയും രണ്ട് സെപ്പറേറ്റ് സെറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും രണ്ട് സെപ്പറേറ്റ് സെറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം പല കാരണങ്ങളാൽ ചില ഐറ്റംസ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ കാണിച്ചിട്ടുണ്ടാകാം, ചില ഐറ്റംസ് കോസ്റ്റ് അക്കൗണ്ട്സിൽ കാണിച്ചിട്ടുണ്ടാകാം, ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുന്നതും കാണിക്കാത്തതൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു കാരണത്താൽ തന്നെ രണ്ട് സെറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് രണ്ടിലും രണ്ടായിട്ട് വരാം. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മുടെ മുമ്പിൽ വരുന്ന മറ്റൊരു കാര്യമാണ് പ്രോഫിറ്റ് രണ്ടായിട്ട് വരുമ്പോൾ എന്തുകൊണ്ട് പ്രോഫിറ്റ് രണ്ടായിട്ട് വന്നു. അപ്പോൾ രണ്ട് രീതിയിൽ പ്രോഫിറ്റ് വരുമ്പം അത് റീകൺസീലിയേഷൻ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യം, റീകൺസീലിയേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് വിത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. രണ്ട് സെറ്റ്സ് ഓഫ് ബുക്സിലും രണ്ട് പ്രോഫിറ്റ് വരുന്നു. അത് എന്തുകൊണ്ട് വരുന്നു, അതിന്റെ റീസൺ എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം പ്രൊസീജിയർ ഫോർ റീകൺസിലിയേഷൻ നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ വേറൊരു പ്രോഫിറ്റ്, കോസ്റ്റ് അക്കൗണ്ട്സിൽ വേറൊരു പ്രോഫിറ്റ്. അപ്പൊ പല കാരണങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് കോസ്റ്റ് അക്കൗണ്ട്സിലെ പ്രോഫിറ്റിലേക്ക് വരാൻ ഈ രണ്ട് പ്രോഫിറ്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഏതൊക്കെ റീസൺ കൊണ്ടാണ് ഇത് ഡിഫറൻസ് വന്നിരിക്കുന്നത് എന്ന് റീകൺസീൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് എന്താണ് എന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് നോക്കുക. ഫസ്റ്റ് ഐറ്റം ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഓഫ് ഇൻകം ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് ബട്ട് നോട്ട് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ചില ഐറ്റംസ്, ചില ഇൻകം ഐറ്റം കോസ്റ്റ് അക്കൗണ്ട്സിൽ വന്നിട്ടുണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ കാണിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് കുറഞ്ഞ് ഇരിക്കും. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് ഇപ്പോ ആ ഇൻകം കാണിക്കാത്തത് കൊണ്ട് കുറഞ്ഞിരിക്കുന്നതിനാൽ കോസ്റ്റ് അക്കൗണ്ട്സിൽ ആ ഇൻകം കാണിച്ചിരിക്കുന്നതുകൊണ്ട് കോസ്റ്റ് അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് കൂടിയിരിക്കുന്നതിനാൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റിൽ നിന്നും കോസ്റ്റ് അക്കൗണ്ട്സിലെ പ്രോഫിറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ഐറ്റംസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആൻഡ് നോട്ട് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. ചില എക്സ്പെൻഡിച്ചർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കോസ്റ്റ് അക്കൗണ്ട്സിൽ അത് കാണിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ എക്സ്പെൻസ് മൈനസ് ചെയ്തതിന് ശേഷമാണ്. അത്തരം ഒരു എക്സ്പെൻസ് കോസ്റ്റ് അക്കൗണ്ട്സിൽ മൈനസ് ചെയ്തിട്ടില്ല. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റിൽ നിന്ന് കോസ്റ്റ് അക്കൗണ്ട്സിലെ പ്രോഫിറ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ മൈനസ് ചെയ്തത് ആഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ എമൗണ്ട്സ് ബൈ വിച്ച് ഐറ്റംസ് ഓഫ് ഇൻകം ഹാവ് ബീൻ ഷോൺ ഇൻ എക്സസ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് ഓവർ ദി കറസ്പോണ്ടിങ് എൻട്രീസ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ചില ഇൻകം ഐറ്റം കോസ്റ്റ് അക്കൗണ്ട്സിലും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലും കാണിച്ചിട്ടുണ്ട്, പക്ഷെ കോസ്റ്റ് അക്കൗണ്ട്സിൽ അത് എക്സസ് ആണ്, കുറച്ച് അധികമാണ് വന്നിട്ടുള്ളത്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ അത്രത്തോളം വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് കുറഞ്ഞിരിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് കോസ്റ്റ് അക്കൗണ്ട്സിന് തുല്യമാകണമെന്നുണ്ടെങ്കിൽ ആഡ് ബാക്ക് ചെയ്യണം ആ കുറഞ്ഞിരിക്കുന്നത്. അതുപോലെ എമൗണ്ട്സ് ബൈ വിച്ച് ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ ഹാവ് ബീൻ ഷോൺ ഇൻ എക്സസ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓവർ ദി കറസ്പോണ്ടിങ് എൻട്രീസ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. ഏതെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ ഐറ്റം ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലും കാണിച്ചിട്ടുണ്ട്, കോസ്റ്റ് അക്കൗണ്ട്സിലും കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ അത് അധികമായിട്ടാണ് കാണിച്ചത്. എക്സ്പെൻസ് അധികം കാണിച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് കുറഞ്ഞിരിക്കും, കോസ്റ്റ് അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് കൂടിയിരിക്കും. അപ്പൊ അധികം കാണിച്ച എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുന്ന കാരണത്താൽ കോസ്റ്റ് അക്കൗണ്ട്സിലേക്ക് അത് വരണം എന്നുണ്ടെങ്കിൽ അത്രയും എക്സ്പെൻഡിച്ചർ ആഡ് ബാക്ക് ചെയ്യണം. അതുപോലെ അഞ്ചാമത്തെ ആയിട്ടാണ് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. കോസ്റ്റ് അക്കൗണ്ട്സിൽ അണ്ടർ അബ്സോർബ്ഡ് ഓവർഹെഡ് വരിക, അഥവാ കോസ്റ്റ് അക്കൗണ്ട്സിൽ അബ്സോർബ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസ്
കുറവ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ കൂടുതൽ, അഥവാ കോസ്റ്റ് അക്കൗണ്ട്സിൽ ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി സംഭവിച്ച എക്സ്പെൻസിനേക്കാൾ കുറവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആക്ച്വൽ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഉണ്ടാവുക. അപ്പോൾ ആക്ച്വൽ ഓവർ ഹെഡ് കൂടുതൽ, അബ്സോർബ്ഡ് ഓവർ ഹെഡ് കുറവാകുന്ന സാഹചര്യത്തിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ അത്രയും എക്സ്പെൻസസ് കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുറഞ്ഞതിന് ശേഷമാണ് പ്രോഫിറ്റ് ഉണ്ടാവുക. കോസ്റ്റ് അക്കൗണ്ട്സിൽ ആ പ്രോഫിറ്റ് കൂടുതലായിട്ട് വരും, കാരണം അത്രയും എക്സ്പെൻസ് വന്നില്ല. അബ്സോർബ്ഡ് ഓവർ ഹെഡ് അണ്ടർ അബ്സോർബ്ഡ് ആണ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് കൂടിക്കിടക്കും, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കും. അപ്പൊ കുറഞ്ഞു കിടക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് കോസ്റ്റ് അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, കോസ്റ്റ് അക്കൗണ്ട്സിന് തുല്യമാക്കണമെന്നുണ്ടെങ്കിൽ അത് അണ്ടർ അബ്സോർബ്ഡ് ഓവർ ഹെഡ് എന്ത് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യാം. ദ എമൗണ്ട് ബൈ വിച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററി ഈസ് ഓവർ വാല്യൂഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം, ക്ലോസിംഗ് സ്റ്റോക്കിന് വാല്യൂ കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് എന്ത് ചെയ്യും, കൂടിക്കിടക്കും. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കും. സിമിലർലി ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കും, ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടിക്കിടക്കും. അത് രണ്ടും അങ്ങനെയാണ്, വൈസ് വേഴ്സ വരുന്നതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഇൻവെന്ററി, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കോസ്റ്റ് അക്കൗണ്ട്സിൽ കൂടിയിട്ടുള്ളത്. അപ്പൊ കോസ്റ്റ് അക്കൗണ്ട്സിൽ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കൂടിക്കിടന്നാൽ സ്വാഭാവികമായിട്ടും കോസ്റ്റ് അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് കൂടിക്കിടക്കും. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ അത്രത്തോളം വരാത്തത് കൊണ്ട് അവിടുത്തെ പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കും. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റിൽ നിന്ന് കോസ്റ്റ് അക്കൗണ്ട്സിലെ പ്രോഫിറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, അത്രയും എമൗണ്ട് ആഡ് ബാക്ക് ചെയ്യണം. സിമിലർലി ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കോസ്റ്റ് അക്കൗണ്ട്സിൽ കുറഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക, പ്രോഫിറ്റ് കൂടി കാണിക്കും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കുറഞ്ഞു, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കൂടുതൽ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് കൂടിക്കിടക്കും, ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കും. അപ്പൊ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കോസ്റ്റ് അക്കൗണ്ടിലെ പ്രോഫിറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എത്രയാണോ ഡിഫറൻസ് അത് ആഡ് ബാക്ക് ചെയ്യണം. സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ പൊതുവെ കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ ആണ് വരിക. കോസ്റ്റ് അക്കൗണ്ട്സിൽ ആ ഒരു ട്രീറ്റ്മെന്റ് അല്ല സ്റ്റോക്ക് വാല്യുവേഷനിൽ വരുന്നത്. കോസ്റ്റ് അക്കൗണ്ട്സിൽ എന്താണോ പ്രൊഡക്ഷൻ കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്താണോ കോസ്റ്റ് വരുന്നത് അത് കോസ്റ്റ് ഷീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അതായിരിക്കും അവിടെ സ്റ്റോക്കിന്റെ വാല്യൂ. അപ്പൊ രണ്ട് സ്ഥലത്തും സ്റ്റോക്കിന്റെ വാല്യൂ വ്യത്യാസപ്പെട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലായ്പ്പോഴും മിക്കവാറും ഏത് ക്വസ്റ്റ്യനിലും ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവാറുണ്ട്. അപ്പൊ മുകളിൽ നമ്മൾ 7 പോയിന്റ് പറഞ്ഞു. ഈ 7 പോയിന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ലെസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഐറ്റംസ് ഇൻകം ഇൻക്ലൂഡഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ബട്ട് നോട്ട് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. കോസ്റ്റ് അക്കൗണ്ട്സിൽ ഇൻകം വന്നില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഇൻകം വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് കൂടിക്കിടക്കും, കോസ്റ്റ് അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കും. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നിന്ന് കോസ്റ്റ് അക്കൗണ്ട്സിലെ പ്രോഫിറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ലെസ് ചെയ്യാം. അതുപോലെ തന്നെ ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് ബട്ട് നോട്ട് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. കോസ്റ്റ് അക്കൗണ്ട്സിൽ ചില എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ആ എക്സ്പെൻസ് വന്നിട്ടില്ല. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ആ എക്സ്പെൻസ് വരാതിരിക്കുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് കൂടിക്കിടക്കും. അപ്പൊ കോസ്റ്റ് അക്കൗണ്ട്സിലെ പ്രോഫിറ്റിലേക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് തട്ടിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രോഫിറ്റിൽ നിന്നും അത് ലെസ് ചെയ്യാം. മുകളിൽ പറഞ്ഞ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതുപോലെ എമൗണ്ട്സ് ബൈ വിച്ച് ഐറ്റം എക്സ്പെൻഡിച്ചർ ഹാവ് ബീൻ ഷോൺ ഇൻ എക്സസ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. ചില എക്സ്പെൻസ് ഐറ്റം കോസ്റ്റ് അക്കൗണ്ട്സിലും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ട്സിൽ കൂടുതൽ വന്നുപോയി, എമൗണ്ട് കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ എമൗണ്ട് കുറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ പ്രോഫിറ്റ് എന്തായിട്ടുണ്ടാവുക, കൂടിയിട്ടുണ്ടാവും. ഇപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് നിന്ന് കോസ്റ്റ് അക്കൗണ്ട്സ് പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ അത് കുറക്കണം. അതുപോലെ എമൗണ്ട് ബൈ വിച്ച് ഐറ്റം ഓഫ് ഇൻകംസ് ഹാവ് ബീൻ ഷോൺ ഇൻ എക്സസ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ചില ഇൻകം ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലും കോസ്റ്റ് അക്കൗണ്ട്സിലും ഉണ്ട്, പക്ഷെ അത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ കുറച്ച് അധികമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് കൂടിക്കിടക്കുന്നുണ്ടാവും, കോസ്റ്റ് അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റിൽ നിന്നും കോസ്റ്റ് അക്കൗണ്ട്സിലെ പ്രോഫിറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ലെസ് ചെയ്യണം. അണ്ടർ അബ്സോർപ്ഷൻ നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ ഇവിടെ ഓവർ അബ്സോർപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു. അഥവാ കൂടുതൽ എക്സ്പെൻസസ് കോസ്റ്റിൽ കൂടുതൽ എക്സ്പെൻസ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്, ഓവർ അബ്സോർപ്ഷൻ. ആക്ച്വലി അത്ര വന്നില്ല. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ അത്ര പ്രോഫിറ്റ് എക്സ്പെൻസ് അത്ര വരാത്തത് കൊണ്ട് പ്രോഫിറ്റ് കുറഞ്ഞിട്ടാണ് കിടക്കുക. കോസ്റ്റ് അക്കൗണ്ട്സിലാണെങ്കിൽ എക്സ്പെൻസ് കൂടുതൽ വന്നതുകൊണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ എക്സ്പെൻസ് അത്ര വരാത്തതുകൊണ്ട് പ്രോഫിറ്റ് കൂടിക്കിടക്കും. കോസ്റ്റ് അക്കൗണ്ട്സിൽ ഓവറായിട്ട് അബ്സോർബ് ചെയ്തതുകൊണ്ട് പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കും. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റിൽ നിന്നും കോസ്റ്റ് അക്കൗണ്ട്സിലെ പ്രോഫിറ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ഓവർ അബ്സോർപ്ഷൻ ലെസ് ചെയ്യണം. ക്ലിയർ?
നേരത്തെ മുകളിൽ പറഞ്ഞ അണ്ടർ അബ്സോർപ്ഷന്റെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ എമൗണ്ട് ബൈ വിച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററി ഇൻ അണ്ടർ വാല്യൂഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. കോസ്റ്റ് അക്കൗണ്ട്സിൽ അണ്ടർ വാല്യൂ ആയിട്ടുള്ളത് സ്റ്റോക്ക് വാല്യൂ. അപ്പോൾ കോസ്റ്റ് പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കും, ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടി കിടക്കും. അപ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കോസ്റ്റ് പ്രോഫിറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ലെസ് ചെയ്യണം. എമൗണ്ട് ബൈ വിച്ച് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററി ഈസ് ഓവർ വാല്യൂഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. കോസ്റ്റ് അക്കൗണ്ട്സിൽ സ്റ്റോക്കിന്റെ വാല്യൂ ഓവർ വാല്യൂഡ് ആണ്. സ്വാഭാവികമായിട്ടും കോസ്റ്റ് അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കും, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് കൂടിക്കിടക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നിന്ന് കോസ്റ്റ് അക്കൗണ്ട്സിലേക്ക് എത്തണമെങ്കിൽ ലെസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് റീകൺസീലിയേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പലപ്പോഴും പരമാവധി 7 കാരണങ്ങളാണ് ഉണ്ടാവുക, അല്ലാത്ത കാരണങ്ങൾ സാധ്യത കുറവാണ്. ഈ 7 കാരണങ്ങളിൽ പെടുന്ന 7 റീസൺസ് ആണ് ഉണ്ടാവുക. ഈ റീസൺസിന്റെ സ്വഭാവം അനുസരിച്ച് ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി നിങ്ങളിവിടെ പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന് പകരം പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ് എടുക്കുന്നെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ മതി. അതിന്റെ ഒരു കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക. നമ്മൾ ഒരു പ്രോഫിറ്റിൽ നിന്ന് മറ്റൊരു പ്രോഫിറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു പ്രോഫിറ്റിൽ നിന്ന് മറ്റൊരു പ്രോഫിറ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ ഉൾപ്പെടാത്തത് മറ്റേ പ്രോഫിറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ബാക്ക് ചെയ്യണം. ആ പ്രോഫിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മറ്റേ പ്രോഫിറ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ലെസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും സിമ്പിൾ കോൺസെപ്റ്റ് ഉള്ളത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കുക, നമുക്കിവിടെ തന്നിട്ടുണ്ട്. ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ മാനുഫാക്ചറിംഗ് കമ്പനി അപ്പിയർഡ് 64,500. 64,500 രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് കാണിച്ചിരിക്കുന്നത്. ഏതില്? ഫിനാൻഷ്യൽ റെക്കോർഡ്സിൽ. കോസ്റ്റ് റെക്കോർഡ്സിൽ 86,400 രൂപയാണ്. ഓക്കെ, അപ്പോ 2 പ്രോഫിറ്റും ഡിഫറൻസ് ആയല്ലോ. അപ്പോൾ താഴെ കുറെ സംഭവങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത്. അതിൽ ഒന്ന് പറഞ്ഞ ഇൻകം ടാക്സ് പ്രൊവൈഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. ഫിനാൻഷ്യൽ ബുക്സിൽ 20,000 രൂപ ഇൻകം ടാക്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് കുറയും. ടാക്സ് അടച്ചല്ലോ, ടാക്സ് കാണിക്കുമ്പോൾ പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റിൽ നിന്ന് ടാക്സ് കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് എന്ത്? 64,500. അങ്ങനെ ഒരു എക്സ്പെൻസ് എവിടെ വന്നിട്ടുണ്ടാവില്ല? കോസ്റ്റ് ബുക്സിൽ വന്നിട്ടുണ്ടാവില്ല. ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. ഫിനാൻഷ്യൽ ബുക്സിൽ ഒരു 250 രൂപ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ. കോസ്റ്റ് ബുക്സിൽ അത് വന്നിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ ബുക്സിൽ പ്രോഫിറ്റ് കൂടിക്കിടക്കുന്നുണ്ടാവും 250, കോസ്റ്റ് ബുക്സിൽ അത് ഉണ്ടാവില്ല. വർക്ക്സ് ഓവർ ഹെഡ് അണ്ടർ റിക്കവേർഡ്. വർക്ക്സ് ഓവർ ഹെഡ് അണ്ടർ റിക്കവേർഡ് ആണ്, അഥവാ കോസ്റ്റ് ബുക്സിൽ കുറവും ആക്ച്വലി കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് കൂടുതലായിട്ട് ഫിനാൻഷ്യൽ ബുക്സിൽ വന്നതുകൊണ്ട് പ്രോഫിറ്റ് കുറയും. കോസ്റ്റ് ബുക്സിൽ അത്രത്തോളം എക്സ്പെൻസ്, ഇത്രയും എക്സ്പെൻസ് അണ്ടർ റിക്കവേർഡ് ആയതുകൊണ്ട് കോസ്റ്റ് ബുക്സിൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ഡിപ്രീസിയേഷൻ ചാർജ് ഇൻ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഫിനാൻഷ്യൽ റെക്കോർഡ്സ് 5,600 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തപ്പോൾ കോസ്റ്റ് ബുക്സിൽ 6,000 രൂപ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോസ്റ്റ് ബുക്സിൽ അധികം എക്സ്പെൻസ് വന്നിട്ടുണ്ട്, കോസ്റ്റ് ബുക്സിൽ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. അത്രത്തോളം പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവില്ല ഫിനാൻഷ്യൽ ബുക്സിൽ. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഓവർ റിക്കവേർഡ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് എവിടെ കാണിച്ചിട്ടുണ്ട്? കോസ്റ്റ് ബുക്സിൽ കാണിച്ചിട്ടുണ്ട്, ആക്ച്വലി അത്ര വന്നില്ല. അപ്പൊ കോസ്റ്റ് ബുക്സിൽ പ്രോഫിറ്റ് കുറഞ്ഞിരിക്കും, ഫിനാൻഷ്യൽ ബുക്സിൽ പ്രോഫിറ്റ് കൂടിക്കിടക്കും. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. കോസ്റ്റ് അക്കൗണ്ട്സിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിൽ കിട്ടിയ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫിനാൻഷ്യൽ ബുക്സിൽ ആ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണിത്, മറ്റേതിൽ അത് വന്നില്ല. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യണം. സ്റ്റോക്സ് അഡ്ജസ്റ്റ്മെന്റ് ക്രെഡിറ്റ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. ഫിനാൻഷ്യൽ ബുക്സിൽ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, അത് കോസ്റ്റ് ബുക്സിൽ കാണിച്ചിട്ടില്ല. ലോസ് ഡ്യൂ ടു ഡിപ്രീസിയേഷൻ സ്റ്റോക്ക് വാല്യൂ. സ്റ്റോക്ക് വാല്യൂന്റെ ഡിപ്രീസിയേഷൻ ഉള്ള ഒരു ലോസ് ഫിനാൻഷ്യൽ ബുക്സിൽ വന്നിട്ടുണ്ട്, അത് എന്ത് ചെയ്തിട്ടില്ല? കോസ്റ്റ് ബുക്സിൽ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ആൻസർ ചെയ്യാം? ജസ്റ്റ് പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് 64,500 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി 64,500 നിന്ന് 86,460 നമുക്ക് എത്തണം. അപ്പോ 64,500 എന്തൊക്കെ ആഡ് ചെയ്യണം? ഇൻകം ടാക്സ് പ്രൊവൈഡഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് 20,000 രൂപ കുറഞ്ഞതിന് ശേഷമുള്ളതാണ് ഈ 64,500. കോസ്റ്റിൽ അത് കുറഞ്ഞിട്ടില്ല, അപ്പൊ ആഡ് ബാക്ക് ചെയ്യണം കോസ്റ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. വർക്ക്സ് ഓവർഹെഡ് അണ്ടർ റിക്കവേർഡ്. ഫിനാൻഷ്യൽ ബുക്സിൽ 1,550 രൂപ അധികം കുറഞ്ഞിട്ടുള്ളത്, ആക്ച്വലി കൂടുതലും റിക്കവേർഡ് കുറവാണ്. അപ്പോൾ ഇത് അധികം കുറഞ്ഞിട്ടാണുള്ളത് ഫിനാൻഷ്യൽ ബുക്സിൽ. ഇത് കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണിത്. കോസ്റ്റ് ബുക്സിൽ ഇത്രയും കോസ്റ്റ് എക്സ്പെൻസ് കുറഞ്ഞിട്ടില്ല. അപ്പൊ കോസ്റ്റ് ബുക്സിലേക്ക് ഈ പ്രോഫിറ്റ് കോസ്റ്റ് ബുക്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അണ്ടർ റിക്കവേർഡ് ഓവർഹെഡ് ആഡ് ബാക്ക് ചെയ്യണം.
ലോസ് ഡ്യൂ ടു ഒബ്സൊലസൻസ്, അങ്ങനെ ഒരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ലോസ് ഡ്യൂ ടു ഒബ്സൊലസൻസ് ചാർജ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഒരു ലോസ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാകും കോസ്റ്റിനേക്കാൾ. അപ്പൊ ആഡ് ബാക്ക് ചെയ്താൽ ഫിനാൻഷ്യൽ ബുക്സിലെ പ്രോഫിറ്റ് കോസ്റ്റ് ബുക്കിലേക്ക് എത്തിക്കാൻ പറ്റും. ലോസ് ഡ്യൂ ടു ഡിപ്രീസിയേഷൻ സ്റ്റോക്ക്. സ്റ്റോക്കിൽ ഡിപ്രീസിയേഷൻ കാണിച്ചുകൊണ്ട് 3350 രൂപ കുറഞ്ഞിട്ടാണ് പ്രോഫിറ്റ് ഉള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്താൽ കോസ്റ്റ് ബുക്സിലേക്ക് അനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് എത്തിക്കാൻ പറ്റും. പിന്നെ ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. ഫിനാൻഷ്യൽ ബുക്സ് ഇങ്ങനെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം കാണിച്ചിട്ടുണ്ട്, കോസ്റ്റ് ബുക്സിൽ അങ്ങനെ ഒരു ഇൻകം കാണിച്ചിട്ടില്ല. അപ്പൊ ആ ഇൻകം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലെസ് ചെയ്താലേ കോസ്റ്റ് ബുക്സിന് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പറയുന്നത് ഓവർ ഹെഡ് ഓവർ അബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കോസ്റ്റ് ബുക്സിൽ 6000 കാണിച്ചു, ഫിനാൻഷ്യൽ ബുക്സിൽ 5600 കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ഫിനാൻഷ്യൽ ബുക്സിൽ കാണിച്ചിരിക്കുന്ന ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കുറവാണ്. അപ്പോൾ കോസ്റ്റ് ബുക്സിൽ പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കും, ഫിനാൻഷ്യൽ ബുക്സിൽ പ്രോഫിറ്റ് കൂടിക്കിടക്കും. അപ്പോൾ ഫിനാൻഷ്യൽ ബുക്സിൽ പ്രോഫിറ്റിൽ നിന്ന് കോസ്റ്റ് ബുക്സിലേക്ക് എത്തണമെങ്കിൽ ആ കൂടിക്കിടക്കുന്ന ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? കൂടിക്കിടക്കുന്ന ഇൻകം എന്ത് ചെയ്യണം? കുറക്കണം. അഥവാ ഡിപ്രീസിയേഷൻ കുറച്ച് കാണിച്ചുകൊണ്ട് പ്രോഫിറ്റ് കൂടിക്കിടക്കണം, അത് ലെസ് ചെയ്യണം. ഓവർ ഹെഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ഓവർ റിക്കവേർഡ് 850 രൂപ ഓവർ റിക്കവർ. അപ്പൊ ആക്ച്വലിനേക്കാൾ കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എക്സ്പെൻസ് കോസ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ കോസ്റ്റിലെ പ്രോഫിറ്റ് കുറവായിരിക്കും, ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഫിനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്ന് കോസ്റ്റിലെ പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ അത്രയും എമൗണ്ട് കുറക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോട്ട് ഇൻക്ലൂഡ് ഇൻ കോസ്റ്റ്. കോസ്റ്റ് ബുക്സിൽ 4000 രൂപ ഒരു ഇൻട്രസ്റ്റ് കിട്ടിയ കഥ പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ ബുക്സിൽ അത് എവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല? കോസ്റ്റ് ബുക്സിൽ വന്നിട്ടില്ല. അപ്പൊ ഈ 4000 കൂടി ഉൾപ്പെടെയാണ് ഈ പ്രോഫിറ്റ്. കോസ്റ്റ് ബുക്സിൽ അങ്ങനെ ഒരു ഇൻകം വന്നില്ല. അപ്പോൾ ഫിനാൻഷ്യൽ ബുക്സിൽ നിന്ന് കോസ്റ്റ് ബുക്സിലേക്ക് പോകണമെങ്കിൽ ആ ഇൻകം ഒഴിവാക്കിയേ പറ്റൂ, എന്നാലേ കോസ്റ്റ് ബുക്സിലെ പ്രോഫിറ്റിന് കണക്കാവത്തുള്ളൂ. സ്റ്റോർസ് അഡ്ജസ്റ്റ്മെന്റ് ക്രെഡിറ്റ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ് ഒരു 240 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിനാൻഷ്യൽ ബുക്സിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോസ്റ്റ് ബുക്സിന് അങ്ങനെ ഇൻകം കാണിച്ചിട്ടില്ല. അപ്പോൾ ഫിനാൻഷ്യൽ ബുക്കിലെ പ്രോഫിറ്റ് കോസ്റ്റ് ബുക്കിലെ പ്രോഫിറ്റിൽ എത്തണമെങ്കിൽ ആ ഇൻകം ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റീസൺ നിങ്ങൾ കറക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഫിനാൻഷ്യൽ ബുക്കിൽ നിന്നും കോസ്റ്റ് ബുക്സിലേക്കുള്ള റീസൺ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ റീകൺസീലിയേഷൻ നിങ്ങൾക്ക് ശരിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ PDF എന്തായാലും ഷെയർ ചെയ്യും. അപ്പൊ എന്തായാലും അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. അതിന്റെ കൂടെ വേറൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിന്റെ ആൻസറും കൂടി ഞാൻ ഷെയർ ചെയ്ത് തരാം. ഞാനിപ്പോൾ അത് പറയുന്നില്ല. സെയിം സംഭവം തന്നെയാണ്. ഫിനാൻഷ്യൽ ബുക്സിലുള്ള കുറെ ഐറ്റംസ്, കോസ്റ്റ് ബുക്സിലുള്ള കുറെ ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇത് 4 സിറ്റുവേഷനിലാണ് ചെയ്യേണ്ടത്. കോസ്റ്റ് അക്കൗണ്ട് ഷോയുടെ നെറ്റ് പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 1 lakh. കോസ്റ്റ് അക്കൗണ്ട്സിൽ 1 lakh പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട്. കോസ്റ്റ് അക്കൗണ്ട്സിൽ നെറ്റ് ലോസ് 1 lakh. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ നെറ്റ് പ്രോഫിറ്റ് 1 lakh. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ നെറ്റ് ലോസ് 1 lakh. എങ്കിൽ എങ്ങനെയായിരിക്കും റീകൺസിലിയേഷൻ എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ ആഡ് ചെയ്യണം, എന്തൊക്കെ ലെസ് ചെയ്യണം എന്നുള്ളത് നോക്കി ചെയ്ത് നമുക്ക് മനസ്സിലാവും. അപ്പൊ കോസ്റ്റ് അക്കൗണ്ട്, ഒന്നാമത്തെ കേസ് കോസ്റ്റ് അക്കൗണ്ട്സിൽ നിന്നും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലേക്ക് പോവാം. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം നമ്മുടെ ഫോർമാറ്റ് പറഞ്ഞിരിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ നിന്ന് കോസ്റ്റ് അക്കൗണ്ട്സ് പോകുന്നതാണ്. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ നിന്ന് കോസ്റ്റ് അക്കൗണ്ട്സിലേക്ക് പോകുന്നതും കോസ്റ്റ് നിന്ന് ഫിനാൻഷ്യലേക്ക് പോകുന്നതും സെയിം തന്നെയാണ്, ജസ്റ്റ് വൈസ് വേഴ്സ ആയിട്ട് വരുന്ന ഒരു സംഗതി മാത്രമാണ്. പിന്നെ ആൻസർ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡ് ആകും. 4 കേസാണുള്ളത്, 4 കേസിലുള്ള ആൻസർ ഷെയർ ചെയ്ത് തരാം. ബാക്കി ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്. കോസ്റ്റ് റെക്കോർഡ്സിൽ എന്തൊക്കെ ഉണ്ട്, ഫിനാൻഷ്യൽ റെക്കോർഡ്സിൽ എന്തൊക്കെ ഉണ്ട്. ഫിനാൻഷ്യൽ റെക്കോർഡ്സിലുള്ളത് കോസ്റ്റ് റെക്കോർഡ്സിൽ ഉണ്ടാവില്ല, കോസ്റ്റ് റെക്കോർഡ്സിലുള്ളത് ഫിനാൻഷ്യൽ റെക്കോർഡ്സിൽ ഉണ്ടാവില്ല. അതിൻ്റെതായ ഡിഫറൻസസ് ഉണ്ടാവും. ജസ്റ്റ് ആൻസർ നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ മതി. വേറെ ഒരു ക്വസ്റ്റ്യൻ അതും കൂടി നമുക്ക് ചെയ്തിട്ട് ഇന്ന് ഇതാക്കാം. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും തരാം, നിങ്ങളത് നോക്കിയാൽ മതി. ദ ഫോളോയിങ് ഇസ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കേട്ടോ. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫിനാൻഷ്യൽ ബുക്സിലെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. അത് പ്രകാരം നെറ്റ് പ്രോഫിറ്റ് എത്ര വന്നിട്ടുണ്ട്? 28,000 രൂപ നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ കുറെ ഐറ്റംസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ ഒരു ഇൻട്രസ്റ്റ് ഇൻകം കിട്ടിയിട്ടുണ്ട്, മെറ്റീരിയൽ കോസ്റ്റ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ഡയറക്റ്റ് വേജസ് എന്താണ് എക്സ്പെൻസ് ഉണ്ട്, വർക്ക് എക്സ്പെൻസ് ആക്ച്വൽ അഥവാ അബ്സോർബ്ഡ് ആയിരിക്കില്ല ഒരിക്കലും ഫിനാൻഷ്യൽ ബുക്സിൽ ഉണ്ടാവുക, ആക്ച്വൽ ആയിരിക്കും. കോസ്റ്റ് ബുക്സിൽ മിക്കവാറും അബ്സോർബ്ഡ് ആയിരിക്കും. അബ്സോർബ്ഡും ആക്ച്വലും രണ്ടും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അണ്ടർ അബ്സോർപ്ഷനോ ഓവർ അബ്സോർപ്ഷനോ ഉണ്ടാകും. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിന്റെ കേസിലും ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അബ്സോർബ്ഡ് ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് രണ്ടിലെ പ്രോഫിറ്റും ഡിഫറൻസ് വരും. ഗുഡ് വിൽ റൈറ്റ് ഓഫ് എന്നൊക്കെ പറയുന്നത് പൊതുവിൽ കോസ്റ്റ് ബുക്സിൽ ഉണ്ടാവാത്തൊരു സംഗതിയാണ്, ഫിനാൻഷ്യൽ ബുക്സിൽ മാത്രം ഉണ്ടാകുന്നതാണ്. അതുപോലെ ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചർ റൈറ്റ് ഓഫ്, അതും മിക്കവാറും കോസ്റ്റ് ബുക്സിൽ ഉണ്ടാവാത്ത സംഗതിയാണ്, ഫിനാൻഷ്യൽ ബുക്സിൽ മാത്രം ഉള്ളതാണ്. പിന്നെ കുറച്ച് ഇൻഫർമേഷൻ താഴെ തന്നിട്ടുണ്ട്. കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സിൽ എന്തൊക്കെയോ തന്നിട്ടുണ്ടെന്ന് പറയുന്നത്. വർക്ക്സ് ഓവർ ഹാവ് ബീൻ റിക്കവർഡ് അറ്റ്
100% ഓൺ പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിന്റെ 100% റേറ്റിലാണ് വർക്ക്സ് ഓവർഹെഡ് അബ്സോർബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രൈം കോസ്റ്റ് എത്രയാ കണ്ടെത്തണം. അപ്പോൾ പ്രൈം കോസ്റ്റ് എത്രയാണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കും, അതേ എമൗണ്ട് തന്നെയായിരിക്കും വർക്ക്സ് ഓവർഹെഡ് അഥവാ വർക്ക്സ് എക്സ്പെൻസ്. അപ്പം വർക്ക്സ് എക്സ്പെൻസ് ആക്ച്വലും വർക്ക്സ് എക്സ്പെൻസ് അബ്സോർബഡും നോക്കിക്കഴിഞ്ഞാൽ അണ്ടർ അബ്സോർപ്ഷനോ ഓവർ അബ്സോർപ്ഷനോ ഉണ്ടാകാം. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഹാവ് ബീൻ റിക്കവർഡ് അറ്റ് 25% ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് കണ്ടെത്തുക. ഫാക്ടറി കോസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ 25%-ന് തുല്യമാണ് എന്ത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അപ്പോൾ ആ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡും ഇവിടെ ആക്ച്വലി വന്ന ഓവർഹെഡും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അണ്ടറോ ഓവറോ അബ്സോർപ്ഷൻ ഉണ്ടാകാം. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. കോസ്റ്റ് പ്രോഫിറ്റ് അറിയില്ല. അപ്പൊ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. കോസ്റ്റ് ഷീറ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഡയറക്റ്റ് മെറ്റീരിയൽ 12,000 റുപ്പീസ് ഉണ്ട്, ഡയറക്റ്റ് വേജസ് 4,000. അപ്പോൾ 12,000 പ്ലസ് 4,000 16,000 ആണ് എന്ത്? പ്രൈം കോസ്റ്റ്. അപ്പൊ പ്രൈം കോസ്റ്റിന്റെ 100% ആണ് വർക്ക്സ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പം 16,000 32,000 രൂപ വരും എന്ത്? വർക്ക് കോസ്റ്റ്. വർക്ക് കോസ്റ്റിന്റെ 25% ആണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അപ്പൊ 32,000-ന്റെ 25% 8,000 രൂപ വരും എന്ത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ 40,000 രൂപ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നു. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? നമ്മളിവിടെ 350 യൂണിറ്റ് സെയിൽ ചെയ്യുന്നുണ്ട്, 50 യൂണിറ്റ് സ്റ്റോക്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ 350 പ്ലസ് 50 മൊത്തം 400 യൂണിറ്റ് എന്ത് വരുന്നുണ്ട്? പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ 400 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്? 40,000 രൂപ വരുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് 100 രൂപയായിരിക്കും. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും, ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റും ചെയ്യും. ക്ലോസിംഗ് സ്റ്റോക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 50 യൂണിറ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഷീറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്ന വിചാരിക്കുന്നു. കോസ്റ്റ് ഷീറ്റിന്റെ കൂടെ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതിന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്ത് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് നില്ലിടുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് 50 യൂണിറ്റ് ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ 100 രൂപയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കാരണം 40,000 രൂപ 400 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുമ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 100 രൂപ. അങ്ങനെയാണെങ്കിൽ 50 യൂണിറ്റ് ബാലൻസ് ഉണ്ടാകുമ്പോൾ അതിന്റെ കോസ്റ്റ് 5,000 രൂപ വരും. 50 ഇൻറ്റു 100. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 35,000 രൂപ. അതിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് സെയിൽ കിട്ടും. ഇവിടെ പ്രോഫിറ്റ് എത്ര ആഡ് ചെയ്യാണെന്ന് പറയുന്നില്ല, പക്ഷെ സെയിൽ കൃത്യമായി നമ്മുടെ മുമ്പിലുണ്ട്. 70,000 രൂപയുടെ സെയിലാണ് നടന്നിട്ടുള്ളത്. അപ്പൊ 35,000 രൂപ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും 70,000 സെയിലും എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് എത്ര വരും? 35,000 രൂപ പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് റെക്കോർഡ് വരും. അപ്പൊ ക്വസ്റ്റ്യനിൽ 28,000 രൂപ എന്ത് വന്നിട്ടുണ്ട്? പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ റെക്കോർഡ് വന്നിട്ടുണ്ട്. അപ്പൊ പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് റെക്കോർഡ് നമ്മൾ കണ്ടെത്തി 35,000 രൂപ. അപ്പൊ 28,000-ഉം 35,000-ഉം രണ്ടാണ്. എന്തുകൊണ്ട് ഡിഫറൻസ് ഉണ്ടായി എന്ന് റീകൺസീലിയേഷൻ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് 28,000 രൂപ. ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. ഗുഡ്വിൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് 28,000 വന്നത്. ഇങ്ങനൊരു എക്സ്പെൻസ് എവിടെ വന്നിട്ടില്ല? കോസ്റ്റ് റെക്കോർഡ്സിൽ വന്നിട്ടില്ല. അപ്പം ഫിനാൻഷ്യൽ റെക്കോർഡ്സിൽ 4,000 കുറച്ചതിന് ശേഷമാണ് 28,000 പ്രോഫിറ്റ് വന്നത്. അപ്പൊ 4,000 കുറച്ചത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്താൽ മാത്രമേ 28,000-ത്തിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് പോകാൻ പറ്റൂ? 35,000-ലേക്ക് പോകാൻ പറ്റൂ. കാരണം 35,000-ൽ അങ്ങനെ 4,000 കുറച്ചിട്ടില്ല. അപ്പൊ ആ 4,000 ആഡ് ബാക്ക് ചെയ്തു. പിന്നെ പറയുന്നു ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചർ അങ്ങനെ 3,000 കുറച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ റെക്കോർഡ്സിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് റെക്കോർഡ്സിൽ അങ്ങനെ ഒരു എക്സ്പെൻസ് ഇല്ല. അപ്പൊ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് നിന്ന് കോസ്റ്റ് പ്രോഫിറ്റിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏതൊക്കെ ആഡ് ബാക്ക് ചെയ്തു? ഗുഡ്വിൽ ആഡ് ബാക്ക് ചെയ്തു, പിന്നെ ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചർ അത് ആഡ് ബാക്ക് ചെയ്തു. പിന്നെന്താ ഉള്ളത്? പിന്നെ വർക്ക് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. വർക്ക് എക്സ്പെൻസസ് 12,000 ആണ് ആക്ച്വലി വന്നത്. കോസ്റ്റ് ഷീറ്റിൽ വർക്ക്സ് ഓവർഹെഡ് 16,000 വന്നത്. അഥവാ കോസ്റ്റ് വർക്ക്സ് ഓവർഹെഡ് ഓവർ റിക്കവേർഡ് ആണ്. ഓവർ റിക്കവേർഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ അത്രയും എക്സ്പെൻസ് ഫിനാൻഷ്യൽ പ്രോഫിറ്റിനേക്കാൾ കുറവായിരിക്കും. അപ്പൊ ഫിനാൻഷ്യൽ പ്രോഫിറ്റിലുള്ള എക്സ്പെൻസ് കുറവ്. അപ്പൊ ഫിനാൻഷ്യൽ പ്രോഫിറ്റിൽ എക്സ്പെൻസ് കുറയുമ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഫിനാൻഷ്യൽ പ്രോഫിറ്റിൽ അത്രയും ഓവർ ഹെഡ്, ഫിനാൻഷ്യൽ പ്രോഫിറ്റിൽ അത്രയും പ്രോഫിറ്റ്, കുറച്ച് എക്സ്പെൻസസ് അല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ ഫിനാൻഷ്യൽ പ്രോഫിറ്റിലെ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഫിനാൻഷ്യൽ പ്രോഫിറ്റിലെ പ്രോഫിറ്റ് കൂടുതലാകുമ്പോൾ ഓവർ ഹെഡ് ഓവർ അബ്സോർബ്ഡ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. എന്നാലേ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കണക്കാവും. കാരണം
ഫിനാൻഷ്യൽ പ്രോഫിറ്റിൽ 12,000 എന്ത് ചെയ്തിട്ടുള്ളൂ, എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ളൂ. അബ്സോർബ് ചെയ്ത് എത്രയാ, 16,000. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് 4,000 വെച്ച് കുറഞ്ഞിട്ടുണ്ടാവും. കൂടുതൽ എക്സ്പെൻസ് കാണിക്കുമ്പോൾ പ്രോഫിറ്റ് കുറയുമല്ലോ. ഇവിടെ പ്രോഫിറ്റ് അത്ര കുറഞ്ഞിട്ടില്ല. അപ്പൊ 28,000 എന്ന് പറയുന്നത് കുറയാത്ത പ്രോഫിറ്റ് ആണ്. 4,000 കൂടി കുറഞ്ഞാൽ കോസ്റ്റ് പ്രോഫിറ്റ് കണക്കാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓവർ അബ്സോർബ്ഡ് ഓവർ ഹെഡ് കുറക്കുന്നു. പിന്നെ ഉള്ളത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആണ്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് വരുന്നത് 12,000 ആണ്. ആക്ച്വല് അബ്സോർബ് ചെയ്തിരിക്കുന്നത് 8,000 ആണ്. അണ്ടർ റിക്കവേർഡ് ആണ്. അബ്സോർബ് ചെയ്ത് അണ്ടർ അബ്സോർബ്ഡ് ആണ്. അപ്പൊ 4,000 രൂപ അണ്ടർ അബ്സോർബ്ഡ് ആണ്. അപ്പോൾ ആക്ച്വലി കൂടുതൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അത്രയും എക്സ്പെൻസ് കുറഞ്ഞതിന് ശേഷമാണ് 28,000 എന്ന് പറഞ്ഞ പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി അത്ര കുറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 4,000 ആഡ് ബാക്ക് ചെയ്യാം. അപ്പൊ അണ്ടർ റിക്കവേർഡ് ഓവർഹെഡ് ആഡ് ബാക്ക് ചെയ്യുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരാനുള്ളത് ഇൻട്രസ്റ്റിന്റെ ഒരു സംഭവമുണ്ട്. ഇൻട്രസ്റ്റ് ഫിനാൻഷ്യൽ റെക്കോർഡ്സിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് 28,000. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആ ഇൻട്രസ്റ്റ് നമുക്ക് അങ്ങ് ലെസ് ചെയ്യാം. 1,500 രൂപ ഇൻട്രസ്റ്റ് അങ്ങ് ലെസ് ചെയ്യുന്നു. പിന്നെ ഒരു ഐറ്റം കൂടിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സ്റ്റോക്കിന്റെ സംഭവമാണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബുക്സിൽ 3,500 സ്റ്റോക്ക് വന്നുള്ളൂ. നമുക്ക് എത്ര സ്റ്റോക്ക് വന്നേ, 5,000. കോസ്റ്റ് ബുക്സിൽ 5,000. അപ്പൊ സ്റ്റോക്ക് കൂടുമ്പോൾ പ്രോഫിറ്റ് എന്ത് ചെയ്യും, കൂടും. അപ്പൊ കോസ്റ്റ് ബുക്സിൽ പ്രോഫിറ്റ് ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്, കോസ്റ്റ് ബുക്സിൽ പ്രോഫിറ്റ് ഓവർ വാല്യൂഡ് ആണ്. കോസ്റ്റ് ബുക്സ് ഫിനാൻഷ്യൽ ബുക്സിൽ അത്രത്തോളം കാണിച്ചിട്ടില്ല. ക്ലിയർ? അപ്പൊ ഫിനാൻഷ്യൽ ബുക്സിൽ ഇനിയും 3,500 കാണിച്ചിട്ടുള്ളൂ. കോസ്റ്റ് ബുക്സിൽ 5,000 ഉണ്ട്. അപ്പൊ 1,500ന്റെ കുറവുണ്ട്. അപ്പം ഈ 28,000 എന്തുണ്ട്, 1,500ന്റെ കുറവുണ്ട്. അപ്പോൾ 28,000ന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആ 1,500 രൂപയും കൂടി ആഡ് ബാക്ക് ചെയ്യാം. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണെങ്കിൽ ലെസ് ചെയ്യും. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണെങ്കിൽ ലെസ് ചെയ്യും. ഓപ്പണിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണെങ്കിൽ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും 28,000 നിന്ന് നമുക്ക് എങ്ങനെ 35,000 വരാം എന്നുള്ളത് ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് റീകൺസിലിയേഷൻ ഓഫ് ഫിനാൻഷ്യൽ ബുക്സ് വിത്ത് കോസ്റ്റ് ബുക്സ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതൊരു മെമ്മോറാണ്ടം രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മെമ്മോറാണ്ടം രൂപം എന്ന് പറയുമ്പോൾ ലെഡ്ജർ ഫോർമാറ്റിൽ ചെയ്യുന്ന ഒരു രീതിയാണ്. അതിന്റെ ക്വസ്റ്റ്യൻ താഴെയുണ്ട്. അതുപോലെ തന്നെ വേറെയും 1, 2, 3 ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആൻസേഴ്സ് ഞാൻ ഇതിന്റെ കൂടെ ഇടാം. അപ്പൊ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോ ഇതില് ഏതാണ്, കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ മെമ്മോറാണ്ടം റീകൺസിലേഷൻ ആട്ടോ. ലെഡ്ജർ ഫോർമാറ്റിൽ ചെയ്യുന്നതാണ്. എല്ലാത്തിന്റെ ആൻസർ ഞാൻ എൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പൊ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. സിംപ്ലി വലിയ ബുദ്ധിമുട്ടുള്ള സംഭവം ഒന്നല്ല. ഫിനാൻഷ്യൽ ബുക്സിലും കോസ്റ്റ് ബുക്സിലും പ്രോഫിറ്റ് ഡിഫറൻസ് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് 2 സെറ്റ്സ് ഓഫ് ബുക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പല ഐറ്റംസും പല ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കോസ്റ്റ് അക്കൗണ്ട്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. കോസ്റ്റ് അക്കൗണ്ട്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അത് കാരണം പ്രോഫിറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. എന്തുകൊണ്ട് ഡിഫറൻസ് ഉണ്ടാകുന്നു എന്നുള്ള റീസൺ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമാറ്റിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു 7 റീസൺസ് ആണ്. ആ 7 റീസൺസിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ആഡോ ലെസ്സോ ചെയ്യേണ്ടതുണ്ടാവും. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസറും ഞാൻ ഇടാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്പറിൽ എന്ത് ചെയ്താൽ മതി, 9567488199 വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോ കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോൺ ഇന്റഗ്രലും ഇന്റഗ്രൽ സിസ്റ്റം ഒക്കെ പറഞ്ഞു. നോൺ ഇന്റഗ്രൽ സിസ്റ്റം ഫോളോ ചെയ്യുമ്പം ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോഫിറ്റിലുള്ള വ്യത്യാസത്തിന്റെ റീകൺസിലിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ചോദിക്കുക. അപ്പൊ എല്ലാവർക്കും അടുത്ത എക്സാം എഴുതുന്ന എല്ലാവർക്കും എന്ത് ചെയ്യുന്നു, ഒരു ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.